ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അഞ്ജലി ഡിലൈറ്റ്സ്. ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേഡീസിന്, അതായത് ഗേൾസിന് മെർച്ചന്റ് നേവിയിലേക്ക് എങ്ങനെ പ്രവേശിക്കും, ഗേൾസിന് ഏത് ഫീൽഡാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. സോ ഞാൻ ദിലീപ് സംസാരിക്കുന്നത്. മെർച്ചന്റ് നേവിയിൽ 13 വർഷമായി എക്സ്പീരിയൻസ് ഉണ്ട്. സോ അഡീഷണൽ സെക്കൻഡ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാണ്. സോ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേൾസിന് എങ്ങനെയാണ് മെർച്ചന്റ് നേവിയിലേക്ക് കയറേണ്ടത്, പിന്നെ ഏതൊക്കെ ഫീൽഡിലാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, എവിടെ പോയി പഠിക്കണം, ഗേൾസിന് ഈ മെർച്ചന്റ് നേവി സേഫ് ആണോ, അതായത് ഇത് വാല്യുബിൾ കോഴ്സാണോ, നമുക്കൊരു നല്ലൊരു ലൈഫ് ഇത് തരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഗേൾസിന് വളരെ വളരെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇതിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഗേൾസിന് ഇത് കൂടുതൽ കാര്യങ്ങൾ അറിയാതെ ഡയറക്റ്റായിട്ട് പോയിട്ട് എഞ്ചിനീയറിംഗ് ഒക്കെ ചെയ്തിട്ട് വരുന്ന കുട്ടികളുണ്ട്. സോ അവർക്കൊക്കെ ഞാൻ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കിയത്. സോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. മെർച്ചന്റ് നേവിയിലേക്ക് ഗേൾസിനെ എങ്ങനെ പ്രവേശിക്കാം? മെർച്ചന്റ് നേവിയിലേക്ക് ഗേൾസിന് ഏറ്റവും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് DNS അല്ലെങ്കിൽ BSc നോട്ടിക്കൽ സയൻസ് നാവിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് മെർച്ചന്റ് നേവിയിൽ ഗേൾസിന് ഏറ്റവും കൂടുതലായിട്ട് സുഖകരമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ്. പക്ഷെ കുറെ ഗേൾസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ അറിയാതെ, എഞ്ചിനീയറിംഗ് ഫീൽഡ് എന്താണെന്ന് അറിയാതെ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് ചെയ്യുന്നവരുമുണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ ചെയ്തിട്ട് GME ചെയ്യുന്നവരൊക്കെ ഉണ്ട്. സോ അവർക്ക് ഞാനിത് എക്സ്പ്ലെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യമാണ്, മെർച്ചന്റ് നേവിയിലേക്ക് എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരിക്കലും നിങ്ങൾ ചൂസ് ചെയ്യരുത്. കാരണം എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് വളരെ ഹാർഡ് വർക്കാണ്, ഹാർഡ് ജോബാണ്. അതേപോലെ തന്നെ ഡേർട്ടി ജോബാണ്. ഡേർട്ടി ജോബ് ഞാൻ പറയുമ്പോഴേ ഞാൻ എഞ്ചിനീയർ ആണ്. എന്തുകൊണ്ടാന്ന് പറയുന്നത് വെച്ചാൽ അത്രയ്ക്കും എന്താ പറയുക, അത്രയ്ക്കും നോയ്സ് ആയിരിക്കും അവിടെ. അതായത് 100 dBന്റെ മേലെ ആയിരിക്കും നോയ്സ് ഒക്കെ വരുന്നത്. പിന്നെ കൂടാതെ തന്നെ ഹീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ വളരെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതിനേക്കാളും ഹീറ്റ് ആയിരിക്കും നമുക്ക് അവിടെ ഉണ്ടാവുക. 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ അടുത്തും 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ അടുത്തും കൂടാതെ പ്യൂരിഫയറിലാണെങ്കിൽ വളരെ കൂടുതലായിരിക്കും. അവിടെ എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 60 ഡിഗ്രീൻ്റെ മേലെയെങ്കിലും ചൂടുണ്ടായിരിക്കും. സോ അതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. കൂടുതൽ ആൾക്കാരും അവിടെ ഡീഹൈഡ്രേറ്റഡ് ആണ് മയങ്ങി വീഴുന്നത്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഗേൾസ് അവിടെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് വളരെ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അവിടെ വരുന്നത്. പിന്നെ ഞാൻ ഗേൾസിനോട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ചൂസ് ചെയ്യാതെ ഡെക് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ അടുത്ത് ഞാൻ സജഷൻ ചെയ്തത്. കാരണം ഡെക് ഡിപ്പാർട്ട്മെന്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെക് കേഡറ്റ് ആയിട്ട് പോകുമ്പോൾ ചിപ്പിംഗ്, പെയിന്റിങ്, അസിസ്റ്റന്റ്, പിന്നെ അതേപോലെ തന്നെ സ്റ്റെൻസിലിംഗ്, പിന്നെ കുറച്ച് പേപ്പർ വർക്ക്സ്, കമ്പ്യൂട്ടർ വർക്ക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഡെക് കേഡറ്റ് സൈറ്റ്സ് വരുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എക്സാം ചെയ്തിട്ട് നമുക്ക് ഓഫീസർ ആയിട്ടുള്ള റാങ്കിലേക്ക് കയറാൻ പറ്റുന്നതായിരിക്കും. സോ അതുകൊണ്ട് പറഞ്ഞാൽ നിങ്ങൾ ഡെക് ഡിപ്പാർട്ട്മെന്റിലേക്ക് ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എൻ്റെ കൂടെ ഞാൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ MMSയിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ പറഞ്ഞാൽ ലേഡീസ് വർക്ക് ചെയ്യാറുണ്ട്, ഷിപ്പിൽ ഓൺ ബോർഡിൽ ലേഡീസ് ഉണ്ട്. സോ അവരെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു, അതായത് തേർഡ് എഞ്ചിനീയറൊക്കെ. സോ തേർഡ് എഞ്ചിനീയറൊക്കെ പറഞ്ഞാൽ അത്രയ്ക്കും അവർക്ക് ഭയങ്കര ടഫായിട്ടുള്ള ജോബാണ്. അവർക്ക് കൂടുതൽ ആൾക്കാർക്കും, കാരണം എന്ന് പറഞ്ഞാൽ ബോയ്സിനെ അപേക്ഷിച്ചിട്ട് ഗേൾസിന് നമുക്ക് പവർ കുറവായിരിക്കും അല്ലെ. സോ നമുക്ക് അവിടെ വേണ്ടത് പവറാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഏറ്റവും കൂടുതൽ അവിടെ എഫേർട്ട് കൊടുക്കുന്നത് തന്നെ നമ്മുടെ സ്ട്രെങ്ത് ആണ്. നമ്മൾ അവിടെ കൂടുതൽ എഫേർട്ട് കൊടുക്കുന്നത് സ്ട്രെങ്ത്തും പിന്നെ അതേപോലെ തന്നെ നോളജും. ഡെഫിനറ്റ്ലി നോളജ് ലേഡീസിന് നമ്മളെക്കാളും കൂടുതലായിരിക്കും എനിക്ക് ഉറപ്പാണ്. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്ട്രെങ്ത്തിന്റെ ബേസിൽ വരുമ്പോൾ അവർ നമ്മളെക്കാളും കുറവായിരിക്കും. സോ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചൂസ് ചെയ്യുന്ന ആ ഒരു കാറ്റഗറി വരുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത് ഡെക് കേഡറ്റ് ആയിട്ട് പോകാനാണ് എൻ്റെ ഒരു സജഷൻ. കാരണം എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത തേർഡ് എഞ്ചിനീയേഴ്സിനൊക്കെ അവർക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്പാനർ നമ്മൾ അവരെ കൂടെ ടൈറ്റ് ചെയ്യാൻ പറ്റില്ല, ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒന്ന് ലൂസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൊണ്ട് അവർക്ക് പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ ഓരോ ഹോട്ട് ഏരിയാസ് ഉണ്ട്, അവരൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നത് നമ്മൾ ജെൻസിനെ പോലെയല്ല. ലേഡീസിനെ അവിടെ ഇത്രയും ഹോട്ട് കണ്ടീഷനിൽ, ഇത്രയും നോയ്സ് കണ്ടീഷനിൽ, ഈ സിറ്റുവേഷനിൽ അവർ ക്ലൈമറ്റിൽ പണിയെടുക്കുമ്പോൾ അവരെ ബോഡിയിൽ പല മാറ്റങ്ങളും വരും. കൂടുതൽ ആൾക്കാർക്ക് പ്രഗ്നൻസിന്റെ പ്രശ്നങ്ങൾ വരെ വരാറുണ്ട്. സോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കൂടിയാണ് ഞാൻ പറയുന്നത്. അതായത് ഹെൽത്ത് ഇഷ്യൂസ് അവർക്ക് കൂടുതൽ അവർക്ക് മോശമായിക്കൊണ്ടിരിക്കുകയാണ് എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റിൽ. ഇപ്പൊ ഞാൻ ഒരിക്കലും ഇവരെ താഴ്ത്തി പറയുന്നതല്ല, ലേഡീസിനെ താഴ്ത്തി പറയുന്നത്. കാരണം നിങ്ങൾ സ്പേസിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ പൈലറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ ഒരു ലൈഫിൽ നിങ്ങൾക്ക് ഒരു സ്മാർട്ടായിട്ടുള്ള വർക്കാണ് നിങ്ങൾ ആലോചിക്കുന്നത്, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വൈറ്റ് കോളർ ജോബാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെക്കിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും ആനുകൂല്യം. ഇതേപോലെ തന്നെയാണ് ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് ചെയ്യുന്നത്. ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് 4 വർഷത്തെ കോഴ്സാണ്. നല്ലപോലെ ഫീ ഉണ്ടാവും. 4 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ നിന്ന് പ്ലേസ്മെന്റ് ഒക്കെ കിട്ടി. അത് കഴിഞ്ഞിട്ട് 6 മാസത്തെ ഷിപ്പ് സർവീസ്, അതായത് സീ സർവീസ് ഉണ്ടായിരിക്കണം. 6 മാസം സീ സർവീസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ക്ലാസ് 4 ടിക്കറ്റിന് നിങ്ങൾ എലിജിബിൾ ആവും. സോ നിങ്ങൾക്ക് അടുത്തത് ക്ലാസ് 4 ടിക്കറ്റ് നിങ്ങൾക്ക് കൊടുത്തിട്ട് 4th എഞ്ചിനീയറായിട്ട് കയറാൻ പറ്റുന്നതായിരിക്കും. പക്ഷെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എഞ്ചിനീയറായിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ നല്ല ടഫാണ്. ഓക്കെ, സോ അതുകൊണ്ട് നല്ലപോലെ ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് ഓക്കെയാണ്, നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവുക. ഓക്കെ, ഇല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ചോയ്സ് നിങ്ങൾക്ക് ഡെക്കിലായിട്ട് പോകുന്നതായിരിക്കും. ഡെക്കിലാണെങ്കിൽ നല്ലപോലെ വൈറ്റ് കോളർ ജോബാണ്. അത്ര വലിയ എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റിനെ പോലെ അത്ര ഉള്ള കരി പുരണ്ട ജീവിതമല്ല. ഓക്കെ, സോ അതേപോലെ തന്നെ നാവിഗേഷൻ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ഒരു ബ്യൂട്ടി, അതായത് ഓഷ്യന്റെ ബ്യൂട്ടീസ് ഒക്കെ എന്ന് പറയുന്നത് നല്ലപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ജോബാണ് നാവിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ജോബ്. അതേപോലെ തന്നെ മറ്റു പുറമേ നിന്നുള്ള ആൾക്കാരുമായിട്ടുള്ള നമ്മൾ ബന്ധപ്പെടാനും അവരുമായിട്ട് സംസാരിക്കണം, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ചോയ്സ് നാവിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ബിക്കം ക്യാപ്റ്റൻ എന്ന് ഒരു റാങ്ക് ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും DNSO BSc നോട്ടിക്കൽ സയൻസോ എടുത്ത് നാവിഗേഷൻ ഓഫീസറായിട്ട് തന്നെ നിങ്ങൾ പോകണം. ഓക്കെ, സോ മർച്ചന്റ് നേവിയിലേക്ക് ലേഡീസിന് എങ്ങനെ DNSലേക്ക് പ്രവേശിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ BScയിലേക്ക് പ്രവേശിക്കാം എന്നുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ചോയ്സ് എന്ന് പറഞ്ഞാൽ DNS പഠിക്കുന്നതാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ആയിട്ടുള്ള ചോയ്സ്. കാരണം DNS പഠിച്ചു കഴിയുകയാണെങ്കിൽ നമുക്ക് 1 വർഷം കൊണ്ടുള്ള കോഴ്സാണ്. 1 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ഡയറക്റ്റ് ആയിട്ട് ഷിപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. DNS കിട്ടുന്നതിന് മുമ്പ് നമുക്ക് IMUCTയുടെ എക്സാം കിട്ടിയിട്ട് അതിലെ റിസൾട്ട് വന്നതിന് ശേഷം കൂടാതെ സ്പോൺസർഷിപ്പ് എക്സാമിന് നമ്മൾ കൊടുക്കേണ്ടതാണ്. സ്പോൺസർഷിപ്പ് എക്സാം എന്തായാലും വേണം. കാരണം DNSനും GMEക്കും സ്പോൺസർഷിപ്പ് എക്സാം എന്തായാലും എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും ചോദിക്കുന്നുണ്ട്. സോ അതേപോലെ തന്നെ സ്പോൺസർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ സ്പോൺസർഷിപ്പ് എവിടെയൊക്കെയാണ് എടുക്കേണ്ടത്? സ്പോൺസർഷിപ്പ് കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ സിനർജി മെറിടൈം, ടോം മാനേജ്മെന്റ്, MMSI, ഗ്രേറ്റ് ഈസ്റ്റേൺ, ആംഗ്ലോ ഈസ്റ്റേൺ ഇതുപോലെ കമ്പനീസ് ഒക്കെ നമുക്ക് DNSന് സ്പോൺസർഷിപ്പ് പ്ലേസ്മെന്റ് തരുന്നുണ്ട്. ഇപ്പൊ അല്ല നിങ്ങൾക്ക് BSc നോട്ടിക്കൽ സയൻസ് എടുത്തിട്ടാണ് പോകേണ്ടതാണ്. BSc നോട്ടിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഡിഗ്രി കോഴ്സാണ്, 3 വർഷത്തെ ഡിഗ്രി കോഴ്സാണ്. അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിലേക്ക് പ്രവേശിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് IMUCTയുടെ എക്സാം എഴുതിയിട്ട് അതിന്റെ റിസൾട്ട് വന്നതിന് ശേഷം അതിന്റെ റിസൾട്ട് മാർക്ക് ലിസ്റ്റ് കൊടുത്ത് നമുക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നമുക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ കോളേജിൽ പോയിട്ട് നമുക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അവിടെ എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് BScക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് സ്പോൺസർഷിപ്പിന്റെ ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ കോളേജിൽ ചേരാവുന്നതാണ്. കോളേജിൽ ചേർന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പഠിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് പ്ലേസ്മെന്റ് കിട്ടുന്നതായിരിക്കും. BSc കഴിഞ്ഞ കുട്ടികൾക്കാണെങ്കിൽ അവിടെ തന്നെ നമുക്ക് കോളേജിൽ തന്നെ പ്ലേസ്മെന്റ് കിട്ടുന്നതായിരിക്കും. അതായത് ഷെൽ, ഷെവ്രോൺ, അതേപോലെ തന്നെ മേഴ്സ്ക് ലൈൻ, പിന്നെ NYK, മോൾ, പിന്നെ സ്റ്റെന എന്നൊക്കെ കമ്പനീസിലൊക്കെ നമുക്ക് അവിടെ പ്ലേസ്മെന്റ് കിട്ടുന്നതായിരിക്കും. DNS 1 വർഷത്തെ കോഴ്സാണ് ഉണ്ടായിരിക്കുന്നത്. 1 വർഷത്തെ കോഴ്സ് നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഷിപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എവിടെയാണോ നമുക്ക് സ്പോൺസർഷിപ്പ് കിട്ടിയത് ആ സ്പോൺസർഷിപ്പ് കിട്ടിയ ആ കമ്പനിയിൽ നമുക്ക് ജോയിൻ ചെയ്തിട്ട് 18 മാസത്തെ സീ സർവീസ് ഉണ്ടായിരിക്കണം. അതായത് നമുക്ക് ഓരോ കമ്പനീസ് ഒക്കെ തരുന്നതെന്ന് വെച്ചാൽ 6 മാസത്തെ കോൺട്രാക്ട് വെച്ചിട്ട് 3 ഷിപ്പിലാണ് തരുന്നത്. സോ 3 ഷിപ്പിൽ നമുക്ക് 18 മാസം കൊണ്ട് ചെയ്യാവുന്നതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 9 മാസം ചെയ്തിട്ട് നമുക്ക് കോൺട്രാക്ട് തീർക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെക്കൻഡ് മേറ്റ് എക്സാം എഴുതിയിട്ട് നമുക്ക് 3rd ഓഫീസർ റാങ്കിലേക്ക് മാറാവുന്നതാണ്. ഇതിനാണെങ്കിൽ DNSലാണെങ്കിൽ നിങ്ങൾക്ക് DNS കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫീയും കുറവാണ്. അതേപോലെ തന്നെ 1 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഷിപ്പിലേക്കും ജോയിൻ ഉണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു നല്ലൊരു ബാക്കപ്പും കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ പ്രാക്ടിക്കൽ നോളജും കിട്ടുന്നുണ്ട്, കൂടാതെ തിയററ്റിക്കൽ നോളജും കിട്ടുന്നുണ്ട്. പ്ലസ് നിങ്ങൾ കുറെ കൺട്രീസിൽ അപ്പോഴേക്കും നിങ്ങൾ കുറെ കൺട്രീസിലൊക്കെ കറങ്ങിയിട്ട് കാണും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു നല്ല ഒരു ബാങ്ക് ബാലൻസും ഉണ്ടായിരിക്കും. ഓക്കെ, സോ ആ ബാങ്ക് ബാലൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് മേറ്റ് എക്സാമിന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇല്ല ഇപ്പൊ BSc നോട്ടിക്കൽ സയൻസ് കഴിഞ്ഞിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ ഇത് 3 വർഷത്തെ കോഴ്സ് ആയിരിക്കും. 3 വർഷത്തെ കോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു നല്ല ഒരു ഫീ ഉണ്ടായിരിക്കും. പ്ലസ് നമുക്ക് അവിടെ തന്നെ പ്ലേസ്മെന്റ് നമുക്ക് അവിടെ തന്നെ ചൂസ് ചെയ്തിട്ട് വേണം, പ്ലേസ്മെന്റ് അറ്റൻഡ് ചെയ്തിട്ട് പാസ്സായിട്ട് വേണം നമുക്ക് പ്ലേസ്മെന്റ് കിട്ടാൻ. അങ്ങനെ പ്ലേസ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 12 മാസത്തെ എക്സ്പീരിയൻസ് എങ്കിലും ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. സോ 12 മാസത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷിപ്പിൽ ചെയ്യേണ്ടി വരും. 12 മാസം എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾക്ക് 6 മാസത്തെ കോൺട്രാക്ട് ആയിരിക്കും 2 ഷിപ്പിൽ തരിക, ഇല്ലാന്നുണ്ടെങ്കിൽ 9 മാസം ഒരിക്കലും പിന്നെ അടുത്തത് നിങ്ങൾ അടുത്ത ഷിപ്പിലും ചെയ്യേണ്ടി വരും. സോ അങ്ങനെ 12 മാസത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തീർക്കേണ്ടി വരും.
അതിൽ നിങ്ങൾക്ക് ഒരു എമൗണ്ട് സാലറി നിങ്ങളെ ഉണ്ടാവും, അക്കൗണ്ട് ഉണ്ടാവും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് മെറ്റ് എക്സാമിന് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാവുന്നതാണ് ആ മണി. സോ DNS പഠിക്കുന്നത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് ഡയറക്റ്റ് ഷിപ്പിൽ കയറി നമ്മൾ സാലറി നമ്മളെ അക്കൗണ്ടിൽ വരുന്നു. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. കാരണം BSc എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡിഗ്രിയാണ്, നിങ്ങളൊരു ഫ്യൂച്ചർ പ്ലാൻ, അതായത് മെർച്ചന്റ് നേവി അല്ലാതെ നിങ്ങൾ ഓഫീസിൽ ഇരിക്കാനാണ് നിങ്ങളെ പ്ലാൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BSc എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം BSc എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ MBA ചെയ്തിട്ട് നിങ്ങൾക്ക് കമ്പനി ഓഫീസിൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. ഓക്കെ, മാനേജ്മെന്റ് ലെവലിലോ അല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെന്റിലോ ഇരിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടവർ കറക്റ്റായിട്ട് BSc തന്നെ ചെയ്യുക. അല്ല ഷിപ്പിംഗ് ഫീൽഡിൽ മാത്രമാണ് ബിക്കം എ ക്യാപ്റ്റൻ ആകണം എന്നുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും DNS ചെയ്തിട്ട് നിങ്ങൾക്ക് പോയാൽ മതി. ഓക്കെ, സോ നിങ്ങൾ ഡെക്കിലേക്ക് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ചോയ്സ്. ഇപ്പൊ ഞാൻ എഞ്ചിനീയറിംഗ് തന്നെ, ഞാനിപ്പോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിരിക്കുകയാണ്, എനിക്ക് വേറൊരു ചോയ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷോറിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾക്ക് ഒരു പാഷനാണ് മെർച്ചന്റ് നേവി, നിങ്ങൾക്ക് ഒരു അഡ്വഞ്ചർ ലൈഫ് കാണണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും GME കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നതേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. പക്ഷേ എന്ന് പറഞ്ഞാൽ വർക്ക് ബേസിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അവിടെ സ്ട്രെസ് ഉണ്ടാവും. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ആൺകുട്ടി പോയിട്ട് ഒരു സ്പാനർ പിടിച്ച് തുറക്കുന്നതോ അല്ലെങ്കിൽ ഒരു മെഷീനറി എടുത്ത് പൊന്തിച്ച് മാറ്റുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ലേഡീസിനെ കൊണ്ട് പറ്റിയെന്ന് വരില്ല. ആ സമയങ്ങളിൽ നമ്മളെ സീനിയേഴ്സ് നമ്മളെ വീട്ടിൽ കൂടുതൽ പ്രശ്നങ്ങൾ വരും. ആ സീനിയേഴ്സിന് മുകളിൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവരെ വായി നിൽക്കുന്നതിന്റെ കുറെ കേൾക്കേണ്ടി വരും. സോ ഇതുപോലെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ലേഡീസിനൊക്കെ ഇതുപോലെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ പഠിക്കുന്ന കാഡറ്റ്സിനായിക്കോട്ടെ, തേർഡ് എഞ്ചിനീയർ ആയിക്കോട്ടെ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കുറെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. സോ ഞാൻ തന്നെയാണ് കൂടുതൽ അവരെ പറയാറ്, അവരെ ലേഡീസിൽ അവരെ കൊണ്ട് കഴിയുന്ന ഇത്രയില്ല. അപ്പോൾ കുറെ ആൾക്കാർ പറയും പിന്നെ എന്തിനാണ് ഈ ഫീൽഡിലേക്ക് ചൂസ് ചെയ്തത്, അവർക്ക് ഡെക്കിൽ പോയാൽ പോരെ എന്നൊക്കെ പറയും. പക്ഷെ അവരിനി വന്നു കഴിഞ്ഞവരുടെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരിപ്പോൾ പെട്ടെന്ന് പ്രൊമോഷനൊക്കെ എടുത്തിട്ട് ചീഫ് എഞ്ചിനീയർ ഒക്കെ ആയിട്ടുണ്ട് കുറെ പേര്. സോ അതെല്ലാം നല്ലൊരു കാര്യം തന്നെയാണ്. എങ്ങനെയാണ് ലേഡീസിന്, അതായത് ഗേൾസിന് എങ്ങനെയാണ് മെർച്ചന്റ് നേവിയിലേക്ക് BSc നോട്ടിക്കൽ സയൻസിനും DNSലേക്കും ജോയിൻ ചെയ്യേണ്ടത്, അതിന്റെ എലിജിബിലിറ്റി എന്താണ്? എലിജിബിലിറ്റിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജ് ലിമിറ്റ് 17 മുതൽ 25 വയസ്സിന് ഉള്ളിലായിരിക്കണം. അതായത് മിനിമം ഏജ് 17ഉം മാക്സിമം ഏജ് 25ഉം. ഓരോ കമ്പനി, അതായത് MSc പോലെയുള്ള കമ്പനീസ് 19 മാക്സിമം പറയുന്നത്. പക്ഷെ മറ്റുള്ള കമ്പനീസ് ഒക്കെ 25 മാക്സിമം പറയുന്നത്. പിന്നെ മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം, മെന്റലി ഫിറ്റ് ആയിരിക്കണം. DG ഷിപ്പിംഗ് അപ്രൂവ്ഡ് സെന്ററിൽ പോയിട്ട്, മെഡിക്കൽ സെന്ററിൽ പോയിട്ട് നമ്മൾ മെഡിക്കലി ഫിറ്റ് ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിയിരിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ +2 സയൻസ് ആയിരിക്കണം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. +2 സയൻസിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സബ്ജക്റ്റിൽ 60% എബവ് മാർക്ക് ഉണ്ടായിരിക്കണം. അതായത് പിന്നെ അതേ കൂടാതെ ഇംഗ്ലീഷിൽ നമുക്ക് 55% മാർക്കിന്റെ മുകളിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ BSc നോട്ടിക്കൽ സയൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ DNSനുള്ളത് എലിജിബിലിറ്റിക്ക് കിട്ടും. ഇത് കഴിഞ്ഞ് IME-CET എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്തിരിക്കണം. IME-CET എക്സാമിൽ നമ്മൾ പാസ്സായതിനു ശേഷം അവിടുത്തെ റാങ്ക് ലിസ്റ്റും കൊണ്ട് നമ്മൾ സ്പോൺസർഷിപ്പ് എക്സാം ചെയ്യേണ്ടതാണ്. സ്പോൺസർഷിപ്പ് എക്സാമിൽ എന്തായാലും പാസ്സായിരിക്കണം. അതായത് DNS പഠിക്കുന്നവർക്ക് സ്പോൺസർഷിപ്പ് എക്സാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ പാസിന്റെ റിസൾട്ടും വന്നു കഴിഞ്ഞാൽ ആ റിസൾട്ടും IME-CET റിസൾട്ടും വെച്ചിട്ട് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരാവുന്നതാണ് DNSന് വേണ്ടിയിട്ട്. BSc നോട്ടിക്കൽ സയൻസിനാണെങ്കിൽ IME-CET റിസൾട്ട് മാത്രം മതി, സ്പോൺസർഷിപ്പിന്റെ ആവശ്യമില്ല. കാരണം കോളേജിൽ തന്നെ നമുക്ക് പ്ലേസ്മെന്റ് കിട്ടുന്നതായിരിക്കും. ഇനി ഇതൊന്നുമല്ല എൻ്റെ കാറ്റഗറി എന്ന് പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചീഫ് കുക്ക് ആകണം, ഷെഫ് ആകണം എന്നുകൊണ്ട് ആഗ്രഹം എന്നുള്ളവര് അവർ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞവരാണെങ്കിൽ, അതായത് ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെന്റ്, BSc ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് ഇത് കഴിഞ്ഞവരാണെങ്കിൽ 2 വർഷത്തെ 5 സ്റ്റാറോ അല്ലെങ്കിൽ 4 സ്റ്റാറോ 7 സ്റ്റാറോ ഹോട്ടൽ എക്സ്പീരിയൻസ്, 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ CDC STCW ചെയ്ത് ഓപ്പൺ CDC എടുത്തിട്ട് നമുക്ക് പാസഞ്ചർ ക്രൂസ് ലൈനിലേക്ക് നമുക്ക് ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് പോകാവുന്നതാണ്. CSSI അതേപോലെ തന്നെ എയർബോൺ, V-ഷിപ്പ് എന്നുള്ള കമ്പനീസിൽ നമുക്ക് അവിടെ പാസഞ്ചർ ക്രൂസ് ലൈനിൽ മാനേജ്മെന്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് അവിടെ ഡയറക്റ്റ് ആയിട്ട് പോയിട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴി നമുക്ക് വേക്കൻസി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഹോട്ടൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ കാറ്റഗറി നമ്മൾ റാങ്ക് ഫില്ല് ചെയ്തിട്ട് നമുക്ക് ആ കാറ്റഗറിയിലേക്കുള്ളത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നല്ലപോലെ ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ VR മറൈൻ, സിനർജി മറൈൻ ടൈം, BP മറൈൻ എന്നിങ്ങനെയുള്ള കോളേജ് കമ്പനീസൊക്കെ
GP റേറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേഡീസിനെ ഇപ്പോൾ കുറേ ആൾക്കാർ പിടിച്ചിട്ടുണ്ട്. സോ GP റേറ്റിംഗ് കഴിഞ്ഞിട്ട് ജനറൽ പർപ്പസ് റേറ്റിംഗ് കഴിഞ്ഞ് ലേഡീസ് ഷിപ്പിലേക്ക് വരുന്നത് വളരെ വളരെ അവർക്ക് ഹാർഡായിട്ടുള്ള ജോബായിരിക്കും അവിടെ കിട്ടുന്നത്. സോ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓഫീസർ റാങ്കിലേക്കല്ല നമ്മൾ എൻട്രി ചെയ്തത്. അവിടെ ഉണ്ടായിരിക്കുന്ന വെച്ചാൽ നമുക്ക് ഫിസിക്കൽ ആയിട്ടുള്ള വർക്ക് കൂടുതലായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ഫിസിക്കൽ ആയിട്ടുള്ള വർക്ക്, ഹാർഡായിട്ടുള്ള വർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം GP റേറ്റിംഗ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എൻട്രി ചെയ്യാവുന്നതാണ്. ഇവിടെ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീനിങ് ഉണ്ടായിരിക്കും, പെയിന്റിങ്, ചിപ്പിംഗ്, മൂറിങ്, ലോഫ്റ്റ് വർക്ക് ഉണ്ടായിരിക്കും, എൻക്ലോസ് സ്പേസ് വർക്ക് ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ഹാർഡായിട്ടുള്ള വർക്കും ഫിസിക്കലായിട്ടുള്ള വർക്കും കണ്ടമാനം അവൈലുണ്ടായിരിക്കും. സോ GP റേറ്റിംഗ് ചെയ്യാനുള്ള എലിജിബിലിറ്റി എന്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 10th പാസ്സായിരിക്കണം. 10th മാത്രം മതി. 10th ഒരു 55% മാർക്കും കൂടാതെ ഇംഗ്ലീഷിൽ 45% മേലെ ഉണ്ടെങ്കിൽ നമുക്ക് GP റേറ്റിംഗ് കോഴ്സ്, അതായത് 6 മാസത്തെ കോഴ്സിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഈ കോഴ്സ് ഒരിക്കലും ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യില്ല. കാരണം നിങ്ങൾക്ക് പ്രിഫർ ചെയ്യണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത് വെച്ചാൽ DNSഉം BSc ചെയ്യാൻ പറ്റുന്നതായിരിക്കും. BScയും DNSഉം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും, അതായത് ബെസ്റ്റ് വേയുമാണ്. സോ അത് മാത്രം ചൂസ് ചെയ്യുക. മറ്റുള്ള കോഴ്സൊന്നും ചെയ്യാതെ ഇതിൽ മാത്രം നിങ്ങൾ ആക്യുറസി ആയിട്ട് ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹോട്ടൽ മാനേജ്മെന്റ് ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പാസഞ്ചർ ക്രൂസ് വെസലിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് എന്തെല്ലാം ഡൗട്ട്സ് ഉണ്ടായെന്ന് വെച്ചാൽ അതൊക്കെ ക്ലിയർ ആയി എന്ന് ഞാൻ കരുതുന്നു. സോ ഇതുപോലെ തന്നെ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇത് വീഡിയോ കണ്ടവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.